നമസ്കാരം. ഗിയർലെസ് സ്കൂട്ടറുകളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിലൊരു പക്ഷേ ഒറ്റ ഉത്തരമേ കാണുള്ളൂ. അത് ഹോണ്ട ആക്ടിവയാണ്. ആക്ടിവയോട് കിടപിടിക്കുന്ന ഒരു വാഹനമാണ് ടി വി എസിന്റെ ജൂപ്പിറ്റർ. ഇന്ത്യക്കാരുടെ ഒറിജിനൽ ഫാമിലി സ്കൂട്ടറായി ഈ ഒരു മോഡൽ മാറിയിട്ട് കാലം കുറച്ചായതിനാൽ തന്നെ പ്രത്യേകിച്ച് ഇതിനെ പരിചയപ്പെടുത്തുന്നതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഓരോ മാസവും ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ നിരത്തിലെത്തുന്ന ജൂപ്പിറ്റർ ഇതുവരെ 71 ലക്ഷത്തിലധികം ആളുകൾ സ്വന്തമാക്കിയിട്ടുള്ള സ്കൂട്ടറാണ്. അടുത്തിടെ തലമുറ മാറ്റത്തിലൂടെ കൂടുതൽ മികച്ചതായ ടി വി എസ് ജൂപ്പിറ്ററിന്റെ 2025 മോഡൽ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാഴ്ചയിൽ പെട്ടെന്ന് മാറ്റങ്ങളൊന്നും കാണാനാകില്ല എങ്കിലും എഞ്ചിൻ പുതിയ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിച്ചതാണ്. അതായത് നിലവിലെ 110cc എഞ്ചിൻ OBD 2B നിലവാരത്തിലേക്ക് നവീകരിച്ചു എന്ന് സാരം. 2025 മാർച്ച് അവസാനത്തോടെ തങ്ങളുടെ മുഴുവൻ മുച്ചക്ര വാഹന നിരയും OBD 2B മാനദണ്ഡങ്ങളിലേക്ക് മാറുമെന്ന് ടി വി എസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 വ്യത്യസ്ത വേരിയന്റുകളിൽ വിപണനത്തിലെത്തുന്ന 2025 മോഡൽ ജൂപ്പിറ്ററിനെ 76,691 രൂപയുടെ പ്രാരംഭ വിലയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസ് ഡ്രിമ്മിനാണ് എക്സ്ഷോറൂം വിലയായി ഇത്രയും മുടക്കേണ്ടി വരിക. അതേസമയം 2025 ടി വി എസ് ജൂപ്പിറ്റർ ഡ്രം അലോയ് മോഡലിന് 82,441 രൂപ, ഡ്രം SXC വേരിയന്റിന് 85,991 രൂപ, ഡിസ്ക് SXC പതിപ്പിന് 89,791 രൂപ എന്നിങ്ങനെയാണ് എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടി വരിക. സുഖകരവും സ്ഥിരതയുള്ളതുമായ യാത്രകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജൂപ്പിറ്റർ 110. ഉയർന്ന വേഗതയിൽ പോലും സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നതിനായി 1275 mm നീളമുള്ള വീൽ ബേസിലാണ് ഈ ഒരു ഗിയർലെസ് സ്കൂട്ടറിനെ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ഏത് സാഹചര്യങ്ങളെയും നേരിടാനായി 163 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 756 mm നീളമുള്ള സീറ്റ് റൈഡറിനും പില്യൻ റൈഡറിനും മതിയായ ഇടം നൽകുന്നുണ്ട്. 380 mm ഫ്രണ്ട് ലെഗ് സ്പേസ് ആണ് ജൂപ്പിറ്ററിനുള്ളത്. അതുകൊണ്ട് തന്നെ ഉയരമുള്ളവർക്ക് വരെ അനായാസം കൊണ്ട് നടക്കാനാകും. സ്കൂട്ടറിന് 106 കിലോഗ്രാം ഭാരമാണുള്ളതെന്നും ടി വി എസ് പറയുന്നുണ്ട്. കുറഞ്ഞ വേഗതയിൽ സ്ഥിരത വർദ്ധിപ്പിക്കാനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോഡി ബാലൻസ് ടെക്നോളജി 2.0 സംവിധാനവും ടി വി എസ് ജൂപ്പിറ്ററിൽ മാറ്റുന്നുണ്ട്. മുന്നിലും പിന്നിലും 12-inch വീലുകളിൽ വരുന്ന സ്കൂട്ടറിന് 90 ട്യൂബ്ലെസ് ടയറുകളാണ് ടി വി എസ് സമ്മാനിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ ബ്രേക്കിങ്ങിനായി ഡിസ്ക് ഡ്രം യൂണിറ്റുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 113.3cc സിംഗിൾ സിലിണ്ടർ 4-stroke എഞ്ചിനാണ് ഏറ്റവും പുതിയ മോഡൽ ടി വി എസ് ജൂപ്പിറ്ററിനും തുടിപ്പിക്കുന്നത്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് 6500 RPM-ൽ 8 bhp കരുത്തും 9.8 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മൈലേജും പെർഫോമൻസും നൽകുന്നതിനായി ടി വി എസിന്റെ ഐഗോ അസിസ്റ്റ് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നൂതനമായ ഐഗോ അസിസ്റ്റ് സാങ്കേതിക വിദ്യയുള്ളതിനാൽ തന്നെ മുൻഗാമിയെ അപേക്ഷിച്ച മൈലേജിൽ 10% പുരോഗതി കൈവരിക്കാനും ജൂപ്പിറ്ററിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ടി വി എസ് അവകാശപ്പെടുന്നത്. ലിറ്ററിന് 53 കിലോമീറ്റർ വരെ ഇന്ധനക്ഷമതയാണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നത്. ഇന്ത്യൻ വിപണിയിൽ ഹോണ്ട ആക്ടിവയാണ് ജൂപ്പിറ്ററിന്റെ പ്രധാന എതിരാളി.